നമസ്തേ. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ. ഏപ്രിൽ മാസത്തിൽ എന്തുമായാലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ഏപ്രിൽ മാസത്തിൽ തുടങ്ങും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനായി പല പാർട്ടിക്കാരും വലിയ വലിയ സൗജന്യങ്ങൾ വോട്ടർമാർക്ക് വാരി വിതറിക്കൊണ്ട് അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കും. എല്ലാവർക്കും സൗജന്യ യാത്ര, സ്ത്രീകൾക്കെല്ലാം സൗജന്യ ബസ് യാത്ര. അതിന് കർണാടകയിൽ പരീക്ഷിച്ചതാണ്. ആദ്യം ഇത് പരീക്ഷിക്കുന്നത് ഡൽഹിയിൽ കേജ്രിവാളാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ വിജയം കണ്ടപ്പോൾ അതിനെ അനുവർത്തിച്ചുകൊണ്ട് കർണാടകയിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായ ബസ് യാത്ര. പിന്നെ വീട്ടമ്മമാർക്ക് പ്രതിമാസം ഒരു നിശ്ചിത 2000 എങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ട് നിശ്ചിത തുക. അതുപോലെ തന്നെ കറണ്ട് ചാർജ് മാസം 200-300 യൂണിറ്റ് കറണ്ട് സൗജന്യമായിട്ട് കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ ഇത് ആരുടെ പൈസ എടുത്താണ് ഇത് കൊടുക്കുന്നത്? ഇവരുടെയൊക്കെ പൈതൃക സ്വത്താണോ? സംസ്ഥാന ഖജനാവിൽ നിന്ന് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്ന പണമെടുത്ത് ഇങ്ങനെ സൗജന്യമായി വിതരണം ചെയ്യുന്നത് വലിയ ദ്രോഹമല്ലേ? ജനങ്ങളോട് മൊത്തം ചെയ്യുന്ന ദ്രോഹമല്ലേ? നാടിനോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? നാടിൽ ഒരുപാട് ആസ്തികൾ ഉണ്ടാക്കാവുന്ന ഫണ്ട് എടുത്താണ് ഇവരിങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നത്. എന്തിനു വേണ്ടി? അവരുടെ കാര്യത്തിന് വേണ്ടി. അവർക്ക് വോട്ട് കെട്ടി അധികാരത്തിൽ കയറുന്നു. ജനങ്ങളെ പറ്റിച്ച് അവരുടെ പൈസ എടുത്ത് അവർക്ക് കൊടുത്തിട്ട് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വരിക, അധികാരം കൈയാളുക, എന്നിട്ട് സകല തോന്നിവാസങ്ങളും കാണിക്കുക. ഇങ്ങനെ വാരിക്കോരി കൊടുത്താൽ എന്ത് അർഹതയുടെ അടിസ്ഥാനത്തിലാണ്? എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ കൊടുക്കുന്നത്? അർഹത നോക്കിയൊന്നുമല്ല, എല്ലാവരും കൊടുക്കുകയാണ്. സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര. അല്ല, എല്ലാവർക്കും 200 യൂണിറ്റോ 300 യൂണിറ്റോ വൈദ്യുതി പ്രതിമാസം. എന്തൊരു ദുർവിനിയോഗം, ഒരു ധൂർത്താണിത്. കാരണം ഇവർ പറയും എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരിലും എത്തുന്നത് ഒരേപോലെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമ്പത്തിൻ്റെ അസന്തുലിത വിനിയോഗമാണ്, വിതരണമാണ് ഇവിടെ നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ 200 യൂണിറ്റ് അല്ലെങ്കിൽ 300 യൂണിറ്റ് വൈദ്യുതി കൊടുക്കുന്ന പറഞ്ഞാൽ സാധാരണപ്പെട്ടവരാരും ഒരു മാസം 200-300 യൂണിറ്റ് ഉപയോഗിക്കത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ AC ഉണ്ട്, എന്നിട്ട് പോലും 200 യൂണിറ്റ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരു മാസം 200 യൂണിറ്റ് ഉപയോഗിക്കത്തെ സാധാരണ ആളുകൾക്ക് എത്ര ഉപയോഗിക്കും? അതിനേക്കാൾ കുറവേ ഉപയോഗിക്കുകയുള്ളൂ. 50 യൂണിറ്റ് ഉപയോഗിക്കുന്ന വെറും പാവങ്ങളുണ്ട്, 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് 50-100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾ ബാക്കിയുള്ള 150-100 യൂണിറ്റിൻ്റെ പൈസ, പണം അവർക്ക് കൊടുക്കുമോ? ഇല്ലല്ലോ. വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ 200 യൂണിറ്റ് അല്ലെങ്കിൽ 300 യൂണിറ്റ് ഉപയോഗിക്കുന്നവന് ഒരു പൈസ കൊടുക്കാതെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ 200 യൂണിറ്റ് ഉപയോഗിക്കുന്നതിന് എന്തുപോലെ സൗജന്യമായിട്ട് കിട്ടുമല്ലോ. അത് നമുക്ക് 300 യൂണിറ്റ് ഉപയോഗിച്ചോളാം ഇഷ്ടം പോലെ. ഈ 200 യൂണിറ്റ് ഉപയോഗിക്കുന്നതിന് AC അതുപോലുള്ള സൗകര്യങ്ങളെല്ലാം കാണും. അപ്പോൾ അവന് AC ഫുൾ ടൈം AC ഇട്ട് ഉപയോഗിക്കും. എന്തൊരു ദുശ്ചലമാണെന്ന് നോക്കണം. കറണ്ട് തന്നെ ദുരുപയോഗം ചെയ്യുകയാണ്. എന്നിട്ട് അവന് അതിൻ്റെ വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. 50 യൂണിറ്റ് ഉപയോഗിക്കുന്നതിന് കുറച്ചേ കിട്ടുന്നുള്ളൂ. ഈ സൗജന്യം കുറച്ചേ അവന് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. 100 യൂണിറ്റ് ഉപയോഗിക്കുന്നതിനും കുറച്ചേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതെന്തൊരു അസന്തുലിതമായിട്ട് ഉള്ള പൊതുസ്വത്ത് വിതരണമാണെന്ന് ആലോചിച്ച് നോക്കണം. വലിയ അന്യായമാണ് ജനങ്ങളോട് ഇത് കാണിക്കുന്നത്. പണമുള്ളവർക്ക് കൂടുതൽ സൗജന്യം കൊടുക്കുകയും പണമില്ലാത്തവർക്ക് അതിനൊക്കെ വെറും കുറച്ച് പൈസ കൊടുക്കുകയും ചെയ്യുക. എന്നുവെച്ചാൽ ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പണമുള്ളവൻ വീണ്ടും വീണ്ടും പണക്കാരനാകുന്നു, പണമില്ലാത്തവൻ വീണ്ടും വീണ്ടും പണമില്ലാത്തവൻ അത് ദരിദ്രവാസിയായി മാറുന്നു. അത് ഇവരുടെ ഇതുപോലുള്ള ചെയ്തികളുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ല, വേറെ ആരും ചെയ്തിട്ടല്ല. ഇവരുടെ ഈ ആദർശവാദികളെന്നും പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നവരുടെ ദുശ്ചെയ്തികളുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്നുള്ളതാണ് ഇപ്പം ചില ആളുകൾ ചോദിക്കുന്നത്. അങ്ങനെ പെട്രോൾ വില കുറച്ച് കൊടുത്തതിൻ്റെ പൈസ, അതിൻ്റെ വില 1.5 ലക്ഷം കോടി രൂപയാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്ന് ബാലൻസ് ഉണ്ടായിരുന്നത്. അതായത് സബ്സിഡി കൊടുക്കുന്നതിന് കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട്
അതുപോലെ തന്നെ ഓയിൽ കമ്പനികളിൽ നിന്ന് ഓയിൽ കമ്പനികൾക്ക് ബോണ്ട് കൊടുക്കുകയാണ്. ഇത്ര വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു തരാമെന്നുള്ളത്. അങ്ങനെ 1,50,000 കോടി രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ഈ 1,50,000 കോടി രൂപ ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാമായിരുന്നു. അതിന് പകരം കുറേ ഈ പെട്രോൾ ഉപയോഗിക്കുന്നത് ആരാണ്? എല്ലാവരും ഉപയോഗിക്കത്തില്ലല്ലോ. പെട്രോൾ എല്ലാവരും ഉപയോഗിക്കത്തില്ല. പെട്രോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വലിയ കാറുകളൊക്കെ ഉള്ളവർ കൂടുതൽ ഉപയോഗിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ പണം സർക്കാരിൽ നിന്ന് കൊടുക്കുകയാണ് ഉപയോഗിക്കാനായിട്ട്. എന്തൊരു അന്യായമാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ, കണ്ണുമടച്ചുള്ള സൗജന്യങ്ങൾ കൊടുക്കുന്നത് അവനവൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണെങ്കിൽ, പൈതൃക സ്വത്തിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. അല്ലെങ്കിൽ പൊതുസ്വത്ത് ഉപയോഗിച്ച് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അത് അഴിമതിയാണ്. പൊതുസ്വത്ത് ദുർവിനിയോഗം ചെയ്യലാണ്, അത് അഴിമതിയാണ്. അപ്പോൾ അസന്തുലിതമായിട്ടുള്ള വിതരണം നടത്തുകയാണ്, അതും അഴിമതിയാണ്. ഇതിനെ തടയാൻ വേണ്ട എന്തെങ്കിലും ഫലപ്രദമായ നടപടികൾ കേന്ദ്ര സർക്കാരോ ഇലക്ഷൻ കമ്മീഷനോ കോടതികളോ അടിയന്തരമായിട്ട് എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും വരും. താരതമ്യേന ഈ ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ കുറച്ചു കൊടുക്കുന്നത് BJPക്കാരാണ്. നാടിനോട് താല്പര്യമുള്ളവരാരും ഇങ്ങനെ വെറുതെ വിതരണം ചെയ്യത്തില്ല, പണമെടുത്ത് വിതരണം ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഈ ബസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രം ബസ് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ലക്ഷക്കണക്കിനുണ്ട്. ഈ കർണാടകത്തിൽ തന്നെ ലക്ഷക്കണക്കിനുണ്ട്. ഈ പാടത്തും അതുപോലെ വീടുകളിലും അതുപോലെ തന്നെ തൊട്ടടുത്ത സമീപത്തെ ഫാക്ടറികളിലൊക്കെ പണി ചെയ്യാൻ പോകുന്നവരൊന്നും ബസ്സിൽ കയറിയല്ല പോകുന്നത്. അവർക്ക് ഇതുകൊണ്ട് ഈ സൗജന്യം കൊണ്ട് അവർക്ക് ഒരു പ്രയോജനമില്ല. അപ്പോൾ അവർക്കും കൂടെ കിട്ടേണ്ട പൈസ, അവർക്കും കൂടെ ഉപകാരപ്പെടേണ്ട സ്വത്തെടുത്ത് നിത്യേന യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിത്യേന യാത്ര ചെയ്യുന്ന ആരാണ്? അകലെ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കമ്പനി ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട്. അപ്പോൾ നല്ല സ്ഥിര വരുമാനമുള്ള സാമാന്യം നല്ല ശമ്പളം കിട്ടുന്ന ഈ സ്ത്രീകൾക്ക് ഈ പരിപാടി കൊണ്ട് പ്രയോജനമുണ്ടാകുന്നു. അതേസമയം യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ആനുകൂല്യത്തിന് അർഹതപ്പെട്ട പാവങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. ഇതൊരു അസന്തുലിതമായിട്ടുള്ള പൊതുസ്വത്ത് വിതരണമാണ്. ഇതെല്ലാം ഇതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJPക്കാരെങ്കിലും ഈ കോടതികളിൽ ഇതിനെക്കുറിച്ച് പരാതിപ്പെടേണ്ടതാണ്. ഇമാതിരി സൗജന്യ വിതരണങ്ങൾ എന്നേക്കുമായിട്ട് നിർത്തിക്കേണ്ടതാണ്. അതാണ് ഞാൻ ഈ കാര്യത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം.